വാർത്തകളിലേക്ക് യുവനടിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യമില്ല. രഞ്ജിത്തിനെ തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വീണ്ടും വാദം കേൾക്കും. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. സിബി, ഇന്നപ്പോൾ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടില്ലേ കോടതി? അജിംസ ഇന്ന് ജാമ്യാപേക്ഷയിൽ വാദം കേട്ടില്ല. ജാമ്യാപേക്ഷ അത് സ്വീകരിച്ചു. ഇനി ചൊവ്വാഴ്ചയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഇന്ന് കസ്റ്റഡി അപേക്ഷയാണ് പരിഗണിച്ചത്. ഈ കസ്റ്റഡി അപേക്ഷയിലാണ് വാദം നടന്നത്. ഇന്ന് മുതൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഇപ്പോൾ രഞ്ജിത്തിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും രഞ്ജിത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രധാനമായും എസ് രാജീവ് പറഞ്ഞത് രഞ്ജിത്തിന് വലിയ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ കരൾ മാറ്റിവെച്ച രോഗി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ അദ്ദേഹത്തെ ജാമ്യം നൽകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ വിടരുത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അറസ്റ്റ് അത് അനിവാര്യമായതിന് ഈ അറസ്റ്റ് അന്യായമാണെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ രഞ്ജിത്തിനെതിരെ ചുമത്തിരിക്കുന്ന വകുപ്പുകൾ അത് പരമാവധി 7 വർഷത്തിൽ താഴെ മാത്രമേ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ്. ഇത്തരം 7 വർഷത്തിൽ താഴെയുള്ള ശിക്ഷകൾക്ക് ഇത്തരത്തിൽ അറസ്റ്റോ അല്ലെങ്കിൽ റിമാൻഡിന്റെയോ ആവശ്യമില്ല എന്ന് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു എസ് രാജീവ് ഇന്ന് വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് അനിവാര്യമാണ്. ജനുവരിയിൽ നടന്ന ഒരു സംഭവം, അതിൽ മാർച്ചിൽ പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെയും ഇത്തരത്തിൽ ഈ അറസ്റ്റ് പിന്നിലൊക്കെ ഗൂഢാലോചന ഉണ്ട് എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഈ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ എസ് രാജീവ് ഉന്നയിച്ചത്. പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അന്വേഷണത്തിന് പൂർണ്ണമായും സഹകരിക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്നിപ്പോൾ വാദിച്ചത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്, തെളിവെടുപ്പ് ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ സംഭവം നടന്ന സ്ഥലത്തെല്ലാം തന്നെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. കാരവനടക്കം പിടികൂട്ടിയിട്ടുണ്ട്, അവിടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കണം. അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന രീതിയിൽ എന്ന ഒരു വാദമാണ് പ്രധാനമായും പ്രോസിക്യൂട്ടറും ഇത്തരത്തിൽ ഇന്ന് വാദിച്ചത്. പിന്നീട് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഈ തിങ്കളാഴ്ച വൈകിട്ട് വരെ കസ്റ്റഡി വിടുകയായിരുന്നു. കൂടാതെ നൽകിയ നിലവിൽ ജാമ്യമില്ല. ചൊവ്വാഴ്ച വീണ്ടും വാദം കേൾക്കും ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് കോടതി.